السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل من الصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. വളരെ നല്ല ചർച്ചകളിലൂടെയാണ് അയ്യുഹൽ വലത് മുന്നോട്ട് പോകുന്നത്. അല്ലാഹു നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അല്ലാഹു തആല സ്വർഗ്ഗപൂന്തോപ്പാക്കട്ടെ. അവർക്ക് വേണ്ടി നമ്മൾ ചൊല്ലുന്ന തഹ്ലീലുകൾ അല്ലാഹു തആല നമ്മിൽ നിന്ന് വലിയ റാഹത്തോടെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും തഹ്ലീലിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒരു മുർഷിദായ, ഒരു മുറബ്ബിയായ ശൈഖ് വേണമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. വമൻ സഅദത്തുഹു സഅദ ഫവജദ ശൈഖൻ കമാ ദക്കർനാ. ഒരാൾക്ക് സാഹചര്യങ്ങളൊക്കെ ഒത്തു നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു ശൈഖിനെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു. വഖബിലഹു ശൈഖു, ശൈഖിന് അദ്ദേഹത്തെയും ബോധിച്ചു, സ്വീകരിച്ചു. അങ്ങനെ വന്നാൽ ശൈഖ് അദ്ദേഹത്തെ മുരീദാക്കാനും ശൈഖിനെ ശൈഖാക്കാനുമുള്ള ഒരു സാഹചര്യങ്ങൾ വന്നാൽ ഫയംബഗി അൻ യഹ്തരിമഹു ളാഹിറൻ വബാത്തിനാ. വളരെ അത്യാവശ്യമാണ് ആ ശൈഖിനെ ഉള്ളും പുറവും ബഹുമാനിക്കൽ അത്യാവശ്യമാണ്. ഒരു ഭാഗം മാത്രം പോരാ, ഉള്ളും പുറവും ബഹുമാനിക്കണം. അത് മുരീദിന്റെ നിബന്ധനകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ശൈഖിനെ ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞു വെച്ചത്. അൻ യഹ്തരിമഹു ളാഹിറൻ വബാത്തിനാ. അമ്മ ഇഹ്തിറാമുൽ ളാഹിരി. അപ്പൊ ളാഹിറിൽ പുറത്ത് എങ്ങനെ ബഹുമാനിക്കുക? പുറത്തുള്ള ബഹുമാനം അല്ലാ യുജാദിലഹു, അദ്ദേഹത്തോട് ശൈഖിനോട് തർക്കിക്കരുത്. വലാ യസ്തഗില ബിൽ ഇഹ്തിജാജി മഅഹു ഫീ കുല്ലി മസ്അല. എല്ലാ ചോദ്യത്തിനും തെളിവുകൾ നിരത്താൻ ആവശ്യപ്പെടുക. അങ്ങനെയൊന്നും ചെയ്യരുത് ശൈഖിനോട്. ശൈഖിനെ ബഹുമാനിക്കണം. അതുപോലെ അവരോട് ബഹുമാനിക്കുന്നുണ്ട് എന്നതിൻ്റെ പ്രധാന അടയാളം അവരോട് വക്കാണം കൂടരുത്, തർക്കിക്കരുത്. അതോടൊപ്പം എല്ലാ മസ്അലകളിലും അദ്ദേഹത്തിൻ്റെ കൂടെ തെളിവ് ഹാജരാക്കണം. അതിനെന്താ തെളിവ്, അതിനെന്താ തെളിവ്, അതിനെന്താ തെളിവ്.
ഈ രൂപത്തിലാകരുത്. ഒരു കാണാതെ പോയ ഒരു മൗലവി, ആ മൗലവി അദ്ദേഹത്തിൻ്റെ ഉസ്താദിനോട് എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, ആവശ്യമില്ലാത്തതിന് ആവശ്യമുള്ളതിന് ചോദിക്കാം, ആവശ്യമില്ലാത്തതിന് അതിനെന്താ തെളിവ് ഇങ്ങനെ ഉള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നു പലർക്കും. ശൈഖിന് പിഴവുണ്ട് എന്നറിഞ്ഞാലും നമ്മൾ തിരുത്താൻ പോകണ്ട എന്നാണ് പറയുന്നത്. നമ്മൾ തെളിവുകൾ അന്വേഷിച്ച് അദ്ദേഹത്തെ കുഴക്കേണ്ടതില്ല. വലാ യുൽഖി മിൻ യദൈഹി സജ്ജാദതൻ ഇല്ലാ വഖ്ത അദാഇ സ്വലാഹ്. മറ്റൊരു മര്യാദ പറയുന്നത്, ആ ശൈഖിൻ്റെ മുമ്പിൽ ഒരു നിസ്കരിക്കാനുള്ള വിരിപ്പ് അതിടാൻ പാടില്ല. ശൈഖിൻ്റെ മുമ്പിൽ സജ്ജാദത്തിടാൻ പാടില്ല. ഇല്ലാ വഖ്ത അദാഇ സ്വലാഹ്. നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇടേണ്ടി വരും. നേരെ മറിച്ച് അല്ലാതെ തന്നെ ഒരു പ്രത്യേകമായ ഒരു സംവിധാനം അത് ശൈഖിൻ്റെ മുമ്പിൽ വെച്ച് പാടില്ല. ഫൈദാ ഫറഅ, നിസ്കാരം കഴിഞ്ഞാൽ യർഫഉഹാ, അതിനെ ഉയർത്തുകയും വേണം. ആ നിസ്കരിക്കാനിട്ട ആ പടം അത് ഒഴിവാക്കുകയും വേണം. വലാ യുക്സിർ നവാഫില സ്വലാത്തി ബിഹദ്റതിഹി, ശൈഖിൻ്റെ സാന്നിധ്യത്തിൽ സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കാതിരിക്കലാണ് നല്ലത്. സുന്നത്ത് നിസ്കാരം പുരുഷന്മാർക്ക് വീട്ടിൽ നിന്നാണ് അഫ്ളൽ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ടല്ലോ. വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് സുന്നത്ത് നിസ്കാരം. നിസ്കരിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വലാ യുക്സിർ നവാഫില സ്വലാത്തി ബിഹദ്റതിഹി വയഅമല മാ യഅ്മുറുഹു ശൈഖു മിനൽ അമലി ബിഖദ്രി വുസ്ഇഹി വതാഅതിഹി. ശൈഖ് എന്താണോ പറയുന്നത്, ശരിയായ മുറബ്ബിയായ മുർഷിദായ ശൈഖ്, അദ്ദേഹം നല്ലതേ പറയൂ, അദ്ദേഹം നല്ലതേ ആവശ്യപ്പെടൂ, നല്ലതേ സംസാരിക്കൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണ നൽകൽ ഒരു മുരീദിന് ആവശ്യമാണ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അയ്യുഹൽ വലദ് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥിയെ ബോധവൽക്കരിക്കുകയാണ്. ഇഹ്തിറാമുൽ ബാത്തിൻ, അവ പുറത്ത് എങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലായി. പുറത്ത് എങ്ങനെ ബഹുമാനിക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഉള്ളിൽ എങ്ങനെ ബഹുമാനിക്കണം? ഫഹുവ അന്ന കുല്ല മാ യസ്മഉ മിന ശൈഖ് വയഖ്ബലു മിൻഹു ഫിൽ ളാഹിർ ലാ യുക്റഹു ഫിൽ ബാത്തിൻ. പുറത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ശൈഖിൽ നിന്ന് നമ്മൾ കേട്ടൊരു കാര്യം, അത് നമുക്കിഷ്ടമായി. അതുപോലെ നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയെ ആ ശൈഖിന് സന്തോഷമായി. അങ്ങനെയൊക്കെ ആകുമ്പോൾ ലാ യുൻകിറുഹു ഫിൽ ബാത്തിൻ, ഉള്ളിൽ അതിനെ, അങ്ങനെയുള്ള ഒരു ശൈഖിനെ ഉള്ളിൽ നമ്മൾ ഇൻകാർ ചെയ്യാൻ പാടില്ല. ലാ ഫിഅലൻ വലാ ഖൗല, വാക്കിലും പറ്റൂല, പ്രവർത്തനത്തിലും പറ്റൂല. എന്ന് പറഞ്ഞാൽ ഒരു ശൈഖിനെ നമ്മൾ അംഗീകരിച്ചു, ഒരു ശൈഖിൽ നിന്ന് നമ്മൾ നിരന്തരം ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, എന്നാൽ ആ ശൈഖിനോട് ഉള്ളുകൊണ്ട് എതിരാവരുത്. ഇതാണ് ഉള്ളുകൊണ്ടുള്ള ബഹുമാനം. ചിലർ അങ്ങനെ ഉണ്ടാവും, പുറത്ത് ശൈഖിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആ ശൈഖിൻ്റെ ആളായി നടക്കും. ഉള്ളിൽ അവിടുന്ന് അങ്ങ് പുറത്തിറങ്ങിയാൽ ശൈഖിനെ കുറ്റപ്പെടുത്തും. ഈ രൂപം അത് ശരിയല്ല. അതാണ് ഉള്ളു കേടുവന്നതിൻ്റെ അടയാളമാണ്. ലാ ഫിഅലൻ വലാ ഖൗല, ലിഅല്ലാ
തബസ്സമ ബിന്നിഫാഖ്, അവനാണ് നിഫാഖ് കൊണ്ട് ചാപ്പ കുത്തപ്പെടുന്നത്. ഉള്ളിൽ വേറൊരു കോലവും പുറത്ത് വേറൊരു കോലവും, അത് നിഫാഖാണ്, പാടില്ല. അത് നന്നായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോ ശൈഖിനെ ലാഹിരിയായി പുറത്ത് എങ്ങനെ ബഹുമാനിക്കണം, അതുപോലെ ഉള്ളിൽ എങ്ങനെ ബഹുമാനിക്കണം എന്ന ചർച്ചയാണ് നമ്മൾ ചെയ്തത്. വഇല്ലം യസ്തതി, ഇനി സാധിക്കുകയില്ലെങ്കിലോ, യത്റുകു സുഹ്ബതൻ ഇലാ അൻ യുവാഫിഖ ബാത്തിനുഹു ലാഹിറഹു, തൽക്കാലം ഇവന്റെ പുറവും ഉള്ളും ഒരുപോലെയാകുന്നത് വരെ ഈ ചങ്ങാത്തം അത് ഒഴിവാക്കുക, അതാണ് വേണ്ടത് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. യത്റുകു സുഹ്ബതഹു, ആ ശൈഖുമായിട്ടുള്ള സഹവാസം അത് ഒഴിവാക്കണം. എന്തിനു വേണ്ടി ഒഴിവാക്കണം? ഇലാ അൻ നവാഫില ബാത്തിനുഹു യുവാഫിഖ ബാത്തിനുഹു ലാഹിറഹു, ഏതുവരെ ഈ ശൈഖിനോട് വിട്ടിക്കണം? ഇനി ലാഹിറിനോട് ബാത്തിനും കൂടെ യോജിക്കണം, ആ രൂപത്തിലേക്ക് ആക്കുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം. അപ്പൊ ആകയാൽ ലാഹിറും ബാത്തിനും എന്ത് വേണം? ഇഹ്തിറാം ചെയ്യണം. وأن يتحرز النجاسة صاحب السوء ليكثر ولاية شياطين الجن والإنس من سحن قبله. وأن يحرز عن مطالعة صاحب السوء ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, വഅൻ യഹ്തരിസ അൻ മുജാലസത്തി സാഹിബി സൂ, ഇനി സാഹിബു സൂ ആകുന്ന അദ്ദേഹത്തിൻ്റെ മജ്ലിസുകളെ തൊട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചീത്ത കൂട്ടുകാരുടെ മജ്ലിസിൽ നമ്മൾ പോകരുത്. ലിയഖ്സുറ വിലായത്തു ശയാത്തീൻ അൽ ജിൻ വൽ ഇൻസ് മിൻ സുഹനി ഖൽബി, ولاية. وأن يحترز عن مجالسة مصاحبة صاحب السوء ليكسر ولاية شياطين الجن والإنس من سحن قلبه. ഹൃദയത്തിൽ നിന്ന് മനുഷ്യരോ ജിന്നുകളോ ആയ പിശാചിന്റെ അധികാരം കുറഞ്ഞു വരാൻ വേണ്ടി തൽക്കാലം അവനോട് മാറി നിൽക്കുക. പിശാചിന്റെ ആ പ്രേരണകളൊക്കെ ഒന്ന് കുറയുന്നത് വരെ ഈ കൂട്ടുകാരനോട് രാജിയാവുക. വഅലാ കുല്ലി ഹാലിൻ അൻ യഖ്താറ അൽ ഫഖ്റ അലൽ ഇന, ഏത് അവസ്ഥ വെച്ച് പറയുകയാണെങ്കിലും ഫഖറിനെ, ദാരിദ്ര്യത്തെയാണ് സമ്പത്തിനേക്കാളും തിരഞ്ഞെടുക്കാൻ നല്ലത് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിലയിരുത്തുകയാണ്. അത് പലപ്പോഴും പലരും പങ്കുവെക്കുന്നതാണ്. വഅലാ കുല്ലി ഹാൽ അൻ യഖ്താറ അൽ ഫഖ്റ അലൽ ഇന, ഇനയെക്കാളും ഐശ്വര്യത്തിനേക്കാളും സമ്പത്തിനേക്കാളും ഏറ്റവും തിരഞ്ഞെടുക്കാൻ നല്ലത് ദാരിദ്ര്യമാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് ഏറ്റിത്തരുമാറാകട്ടെ. ആകെ പറഞ്ഞത്, നമുക്കൊരു ശൈഖിനെ കിട്ടിയാൽ, കള്ള ശൈഖല്ല, യഥാർത്ഥ ശൈഖിനെ കിട്ടിയാൽ പുറവും ബഹുമാനിക്കണം, ഉള്ളും ബഹുമാനിക്കണം. അങ്ങനെയുള്ള വിഷയങ്ങളാണ്. അത് എങ്ങനെയാണ് പുറം ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് ഉള്ളു ബഹുമാനിക്കേണ്ടത് എന്നൊക്കെ
വിശദമായി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമ്മോട് പറഞ്ഞു. അതോടൊപ്പം ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് മക്കളെ മാറ്റി നിർത്താനും ഈ വിശുദ്ധമായ പാഠം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിആയ ഇൽമു പഠിക്കാനും അത് ദീർഘകാലം പഠിപ്പിക്കാനും ആഫിയത്തും ആയുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.